ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ദിലീപ് ഈസ് ബാക്ക്. ദിലീപ് ഏട്ടൻ ഈസ് ബാക്ക്. ഹീ ഈസ് ബാക്ക്. ഇത് തന്നെ ആദ്യം പറയണമെന്നുള്ളത് തിയേറ്ററിൽ ആക്ച്വലി ഈ ക്ലൈമാക്സ് എത്തേണ്ട മുമ്പേ തീരുമാനിച്ച. കാരണം അപ്പോഴേക്കും നമുക്ക് ഭയങ്കരമുള്ള സാറ്റിസ്ഫാക്ഷൻ വന്നു. പുള്ളിക്കാരൻ രാമലീല എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം സത്യത്തിൽ നല്ലൊരു ഹിറ്റ് സംഭവിക്കാതെ വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വളരെയധികം ബുദ്ധിമുട്ടി പുള്ളിക്കൊരു ഹിറ്റ് വരണമെന്ന് നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലും നല്ലൊരു റിവ്യൂ, പോസിറ്റീവ് റിവ്യൂ പറയാൻ സാധിക്കാറില്ല. സോ ഇവിടെ ഇന്ന് റിവ്യൂ പറയുമ്പോൾ അതാണ് ഞാൻ തീർക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്ര നല്ല സിനിമ, അത് എക്സലന്റ് ഫിലിം, നല്ലൊരു ദിലീപ് സിനിമ ഉണ്ടല്ലോ. നമ്മൾ നല്ലൊരു എന്റർടൈനർ ആണ് ദിലീപ് ഏട്ടൻ, നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ലൊരു ഫാമിലി എന്റർടൈനർ കണ്ടതിന്റെ നല്ലൊരു ഫീൽ ഗുഡ് സിനിമ കണ്ടതിന്റെ ഐ എം ഫീൽ ഗുഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് മൂവി. നല്ല കിടിലൊരു സിനിമ കണ്ടതിന്റെ ഫീലോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഇന്നൊരു കല്യാണത്തിന്റെ തിരക്കിലാണ്, അതിന്റെ ഓട്ടത്തിലേക്കാണ്, അതിന്റെ ഇടയിൽ നിന്നാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. സോ അത്രയും അതേ ഇടയിൽ ഈ ഒരു ടൈം കണ്ടെത്തിയതിൽ ആക്ച്വലി ഐ എം ഗ്ലാഡ്. അത്ര ഗംഭീരമായിട്ടുള്ള സിനിമ. ഷാരിസ് മുഹമ്മദാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗ്. സോ അതിൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അറിയാലോ, ജനഗണമന സിനിമയുടെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. പക്ഷെ നല്ല ഒരു എന്റർടൈനർ രീതിയിൽ തന്നെയാണ് സിനിമ പോയിട്ടുള്ളത്. പക്ഷെ അപ്പോഴും അതിന്റെ ഇടയിൽ പറയേണ്ട ഒരുപാട് സോഷ്യൽ എലമെന്റുകൾ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കുറേ ആളുകളുടെ തലയ്ക്ക് നല്ല കൊട്ടു കൊടുത്തുകൊണ്ട് തന്നെയാണ് സ്ക്രിപ്റ്റ് പോയിട്ടുള്ളത്. കാരണം എല്ലാവരും അങ്ങനെയാണ് നല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, അത് ഏത് രീതിയിലാണെങ്കിലും, അത് ഫാമിലി വ്ളോഗ് ആണെങ്കിലും അല്ല സോഷ്യൽ മീഡിയയിൽ ഏത് രീതിയിൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും, ബാക്കിയുള്ളവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഊർവശി ചേച്ചി ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കഥാപാത്രമാണ്. കാരണം ആ ക്യാരക്ടർ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമിയോ വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ളൊരു റോൾ ആണെങ്കിൽ പോലും അവർ വന്നപ്പോൾ തന്നെ എനിക്കറിയാം എന്തോ നല്ല സ്റ്റേറ്റ്മെന്റ് പറയാനാണ് അവിടെ വരുന്നത്. ആൻഡ് അവർ വന്നതിന് ശേഷം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രമുള്ള ഒരു റോളാണ്. പുള്ളിക്കാരി വന്നതിന് ശേഷം ഗംഭീരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുകയും നല്ലൊരു സോഷ്യൽ നല്ലൊരു കിടിലൻ മെസ്സേജ് അതിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളിവിടെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ അങ്ങേ അറ്റത്ത് അത് ബാധിക്കുന്ന ഒരു കുടുംബം ഉണ്ടെന്നുള്ളത്, അതൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലി ടച്ച് ചെയ്തു. ആൻഡ് ഇനി സിനിമയിലേക്ക് വരികയാണെങ്കിൽ ദിലീപ് ഏട്ടൻ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിച്ച ഒരു ദിലീപ് ഏട്ടൻ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അത് കറക്റ്റായിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഡെലിവർ ചെയ്തിരിക്കുകയാണ് സംവിധായകൻ. സ്ക്രിപ്റ്റിലൂടെ ആണെങ്കിലും പെർഫോമൻസിലൂടെ ആണെങ്കിലും മൊത്തത്തിൽ ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ് തന്നെയാണ് പറയുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു പടി ദിലീപ് ഏട്ടൻ്റെ മുകളിൽ കയറി നിന്നത് നായികയാണ്. എന്താണ് ആ കുട്ടിയുടെ പെർഫോമൻസ്, എന്താണ്, എന്ത് കോൺഫിഡൻസ് ആണ്, എന്തൊരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ഇതിനേക്കാൾ മികച്ചതായിട്ട് ചെയ്യാൻ മറ്റൊരു നായികക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റുന്നുണ്ട്. പേര് ഞാൻ ഒരുപാട് തപ്പി, എനിക്ക് പുള്ളിക്കാരൻ്റെ പേര് കിട്ടിയില്ല. ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി ആക്ട്രസിനെയും ഹീറോയിനെയും ഒക്കെ അടിച്ചു. മഹിമ നമ്പ്യാരുടെ പേര് വരെ വരുന്നുണ്ട്, ഇതിലില്ല പുള്ളിക്കാരി. പക്ഷെ ഈ ആക്ട്രസിന്റെ പേരെന്താ എനിക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം അത്രയും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്താൽ മതിയാവില്ല. പുള്ളിക്കാരന്റെ തുടക്കം ഇൻട്രോ, ആദ്യത്തെ കുറച്ചൊരു രസമായിട്ടുള്ള ഇൻട്രോ, അതിനുശേഷം പുള്ളിക്കാരന്റെ വായിന്ന് സംസാരം വന്ന് തുടങ്ങുന്ന സമയം മുതൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. എന്തൊരു എനർജിയാണ് ആ പെർഫോമൻസ് എന്നറിയോ, ഭയങ്കരമായിട്ടുള്ള എനർജി. അത് ദിലീപേട്ടൻ്റെ ഒക്കെ സത്യം പറഞ്ഞാൽ സൈഡാക്കി കളഞ്ഞു പല സ്ഥലത്തും. കാരണം അത് അവർ എവിടൊക്കെ വരുന്നുണ്ടോ, ഞാൻ പറയുന്നത് എവിടൊക്കെ വരുന്നുണ്ടോ, ഒരു ചെറിയ ഷോട്ടാണെങ്കിലും പോലും ആ ഷോട്ടിലൊക്കെ സ്കോർ ചെയ്യുന്നത് പുള്ളിക്കാരിയാണ്. അവിടെ നമുക്ക് പറയാം ബിന്ദു പണിക്കരുണ്ട്, സാക്ഷാൽ ദിലീപേട്ടനുണ്ട്, അതുപോലെ മറ്റു ധ്യാനുണ്ട് പല സീനിലും, അതുപോലെ നമ്മുടെ സിദ്ദീഖ് ഉണ്ട്. ബട്ട് ഇവരാണ് ഇതിൽ സ്കോർ ചെയ്യുന്നത്. കാരണം അമ്മതിരി ആറ്റിറ്റ്യൂഡാണ് ആ ക്യാരക്ടറിന്റെ. ആ ക്യാരക്ടർ സ്കെച്ചും അത്ര ഗംഭീരമാണ്, അതുകൊണ്ടാണ് വരുന്നത്. ബട്ട് അത് ഫലിപ്പിക്കണ്ടേ അഭിനയിച്ച്. ഒരു സ്ഥലത്ത് ഒരു സീനിൽ ഒരു പ്രാങ്ക് സീനൊക്കെ ഉണ്ട്. ആ സീനിലൊക്കെ വന്നിട്ട് പുള്ളിക്കാരിയുടെ മുഖത്ത് വരുന്ന, കാരണം ഒരു റിയാക്ഷൻ ഉണ്ട്, ആ റിയാക്ഷനൊക്കെ ശരിക്കും നമുക്കത് ഫീൽ ചെയ്യും. നമുക്ക് ഒന്ന് കൊടുക്കണം തോന്നും, നമുക്ക് കരടക്കുറ്റി നോക്കി ഒന്ന് കൊടുത്തില്ലെങ്കിൽ തോന്നും. പക്ഷെ അതങ്ങനെ തോന്നിപ്പിക്കണം. അതാണല്ലോ അഭിനയത്തിന്റെ മികവ് എന്ന് പറഞ്ഞാൽ. അത്ര ഗംഭീരമായിട്ടുള്ള അഭിനയമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളത്. ആൻഡ് സിദ്ദീഖ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ അടിപൊളി. ധ്യാന്റെ ക്യാരക്ടർ ടിപ്പിക്കൽ ധ്യാൻ ക്യാരക്ടറാണ്, എന്നാലും വെറുപ്പിക്കാതെ നല്ല രീതിയിൽ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ അതിൽ അഭിനയിച്ചിട്ടുള്ള മറ്റു പല ആളുകളും, സഫിയത്ത എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരി, പുള്ളിക്കാരാണ്, പേരെനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞത്. പുള്ളിക്കാരി സൂപ്പറാണ്, നല്ല അടിപൊളി ഇമോഷനൊക്കെ അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജോണി ആന്റണി അല്ലേ പുള്ളിക്കാരൻ്റെ
പേര് സംവിധായകൻ. പുള്ളിക്കാരൻ ഗംഭീരമായിട്ടുള്ള റോളാണ്. അതുപോലെ പറയേണ്ടത് സഫിയത്തയുടെ ആ കഥാപാത്രത്തിന്റെ ഹസ്ബൻഡ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ കുറച്ച് ഭാഗ്യമുള്ള, പക്ഷെ അതൊക്കെ വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിലേക്ക് കൊണ്ടുവന്നുള്ള ഇമോഷണൽ സംഭവങ്ങൾ അത് വളരെ രസമായിട്ട് തന്നെ വന്നു. നമുക്ക് എന്താ പറയുക, കുറേ ട്വിസ്റ്റും ടേണുള്ള സാധനങ്ങളൊന്നും അല്ല, വളരെ റിലാക്സ്ഡ് ആയിട്ട് എൻജോയ് ചെയ്ത് പൊട്ടിച്ചിരിച്ച് കാണാൻ പറ്റുന്ന. ആൻഡ് നമുക്ക് പൊട്ടിച്ചിരിച്ച് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എനിക്ക് തോന്നിയത് തൊട്ടപ്പുറത്ത് 2 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിത് എൻജോയ് ചെയ്ത വിധം എന്ന് പറഞ്ഞത് ചെറിയ ചെറിയ കൗണ്ടേഴ്സിന് വരെ ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഭയങ്കര ഓപ്പണായിട്ട് അങ്ങനെയൊക്കെ കാണാൻ പറ്റണം സിനിമ. അത്ര രസമായിട്ട് അവർ കണ്ടിട്ടുള്ളത്. അതും നമ്മൾ ഒരു പക്ഷേ ബാധിച്ചിട്ടുണ്ടാവാം. ആൻഡ് മൊത്തത്തിൽ തിയേറ്ററിൽ വളരെ കുറച്ച് ആളുകളാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ബട്ട് ഉള്ള എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത സിനിമ ഉണ്ട്. ഒരാൾ പോലും മോശമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ആൻഡ് വീണ്ടും പറയാണ്, ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഇതൊരു പക്ക ഫാമിലി എന്റർടൈനർ ആണ്. ഇതൊരു ദിലീപ് മൂവിയാണ്. അദ്ദേഹത്തിന്റെ സിനിമയിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കറക്റ്റായിട്ട് തരികയും പിന്നെ അതിന്റെ എഴുത്തുകാരൻ ഷാരിസ് മുഹമ്മദ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ചില ഇംപ്ലിമെന്റ്സും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ മികച്ചൊരു സിനിമ. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. ആൻഡ് എടുത്ത് പറയേണ്ടത് ഇതിന്റെ മ്യൂസിക്, അത് ഗംഭീരമാണ്. ആൻഡ് എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്ന ഈ ഇമോഷണൽ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും അറിയാം, ഇമോഷൻ നമ്മുടെ ഉള്ളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ കഥാപാത്രങ്ങളുടെ സാഹചര്യവും അവരുടെ ആ ഒരു പെർഫോമൻസും എല്ലാം കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോണെങ്കിൽ അവിടെ മ്യൂസിക് വഹിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്, ചെറുതല്ലാത്ത റോളുണ്ട്. അത് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ട്. അതിൽ വളരെ ലേറ്റായിട്ട് വളരെ കാമായിട്ടാണ് മ്യൂസിക് ഉപയോഗിച്ചിരിക്കുന്നത്. ലൗഡായിട്ടുള്ള ഒരു സാധനവും ഇല്ല, നമ്മുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് കയറി പോവുകയാണ്. സോ നമുക്കത് ഭയങ്കരമായിട്ട് കൺവേ ആവുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് മ്യൂസിക്കാണെന്ന് തോന്നിപ്പോയി. ആൻഡ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ വീണ്ടും ദിലീപേട്ടനാണെങ്കിലും നായികയാണെങ്കിലും അതല്ലാതെ ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ, അവരുടെയൊക്കെ സാഹചര്യം, അവരുടെ കഥാസന്ദർഭം അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് അത് ഭയങ്കരമായിട്ട് നമ്മൾക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അത് എത്തുന്നതിൽ ഡയറക്ടറുടെ പങ്ക് ചെറുതല്ല. സോ ഇറ്റ്സ് എ ബ്രില്യൻ മൂവി ഫോർ മീ ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫിലിം. തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് കണ്ടിട്ടുള്ള പല വയലൻസ് സിനിമകളൊക്കെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ദിലീപ് സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം തന്നിട്ടുള്ള ഒരു ഗംഭീര സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഫോർ മീ ഇറ്റ്സ് 8 out of 10. അതിന് മുകളിൽ ഒരു പക്ഷേ കൊടുക്കാൻ പറ്റുമായിരിക്കും ഒരു ഫാമിലി ടീമിനൊക്കെ. പക്ഷേ ഒരു ഡയറക്റ്റായിട്ട് കഥ പറയുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ സ്റ്റാർ കൊടുക്കാത്തത്. സോ നിങ്ങൾ എത്ര സ്റ്റാർ കൊടുക്കും എന്നുള്ളതും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ എടുക്കുന്നവരെ